എറണാകുളം മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ സർക്കാരിനെതിരെ സമരസമിതി. ഭൂ ഉടമയ്ക്ക് അനുകൂലമായി മന്ത്രി അടക്കമുള്ളവർ നിലപാടെടുക്കുന്നുവെന്നാണ് സമരസമിതിയുടെ ആക്ഷേപം. എന്നാൽ ഇരുകൂട്ടരും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടിവരുമെന്ന് മന്ത്രി റോജി എം ജോൺ വ്യക്തമാക്കി. മലയിടം തുരുത്തിലെ പര്യത്തുകാവ് കുടിയൊഴിപ്പിക്കൽ പ്രശ്നം പരിഹരിക്കാനുള്ള സമവായ ചർച്ചകൾ നിലവിൽ വഴിമുട്ടിയ അവസ്ഥയിലാണ്. മന്ത്രി റോജി എം ജോണിന്റെ അധ്യക്ഷതയിൽ 3 തവണ യോഗം നടന്നിരുന്നു. ഇപ്പോൾ വീടുകളുള്ള ഭൂമിയിൽ തന്നെ 5 സെന്റ് വീതം ഉന്നതിയിലുള്ള കുടുംബങ്ങൾക്ക് ഭൂ ഉടമ വിട്ടുകൊടുക്കുക, അതിൽ സർക്കാർ വീട് വെച്ച് നൽകും എന്ന നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇന്നലെ വിളിച്ച യോഗത്തിൽ നിന്ന് ഭൂ ഉടമകളായ കണ്ണാട്ട് കുടുംബം വിട്ടുനിന്നു. ഉന്നതിയിലുള്ളവർക്ക് മറ്റു ഭൂമിയുണ്ട് എന്ന ആരോപണവും ഇവർ ഉയർത്തുന്നു. എന്നാൽ ഈ ആരോപണം സമരസമിതി തള്ളി. കൂടാതെ ഭൂ ഉടമകൾക്ക് അനുകൂലമായ നിലപാട് സർക്കാർ എടുക്കുന്നുവെന്നും സമരസമിതി. ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇതിന്റെ ഉടമ എന്ന് പറയുന്ന ശങ്കരൻ നായരുടെ താല്പര്യത്തിനും അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളുടെ താല്പര്യത്തിനും വേണ്ടി മന്ത്രിയും അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള ആളുകൾ മാറിയിട്ടുണ്ടോ എന്ന സംശയമാണ്. അതുകൊണ്ടായിരിക്കാം ചർച്ച മാറ്റിവെച്ചതെന്ന് സംശയമാണ്. ഈ മാസം 16-ാം തീയതിയാണ് ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നത്. അതിനുള്ളിൽ പുറത്തുനിന്നൊരു സമവായം എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. സർക്കാർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും ഇരുകൂട്ടരും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമെന്നും മന്ത്രി റോജി എം ജോൺ. അത് പരിഹരിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. എല്ലാവരുടെയും ഭാഗത്തുനിന്ന് അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ വേണം, ഇരുകൂട്ടരുടെയും ഭാഗത്തുനിന്ന് അതിന് വിട്ടുവീഴ്ചകൾ വേണം. സർക്കാർ ആരുടെയെങ്കിലും പക്ഷത്ത് നിൽക്കാനാണെങ്കിൽ ഒരു ചർച്ചയ്ക്ക് സാധ്യതയില്ലല്ലോ. ഇനിയുള്ള ദിവസങ്ങളിലെ ചർച്ചകളിൽ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ വീണ്ടും വിഷയം സങ്കീർണമാകും. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.